അപ്പോൾ ഈ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലേക്കും അവരുടെ വ്യൂ പോയിന്റിലേക്കും വരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലാവസ്ഥയെക്കുറിച്ച് അറിയാതിരിക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പറയാതിരിക്കുക, അതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജാർഗണുകളിലൊക്കെ തന്നെ കാലഹരണപ്പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നു. മാത്രമല്ല, ഏതാണ്ട് 10-50 കോടി ചെറുപ്പക്കാരികളും ഇന്ത്യയിലുണ്ട് ഇപ്പോൾ. അല്ല, അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം പ്രകടന പത്രികയിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു വിഷയമാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസി നിർമ്മാണത്തിൽ കാലാവസ്ഥ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ നിശ്ചിതമായി പറഞ്ഞാൽ CR ദോഷക്കെതിർക്കായി മാറുന്നു. അങ്ങനെ ഞാൻ പറയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പഴയ സുഹൃത്തു കൂടിയാണ്. അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ രണ്ട് വണ്ടിയിലല്ലേ സഞ്ചരിക്കുന്നത്? വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിലും ഒരു തീവണ്ടിയിലും വേണേൽ സഞ്ചരിക്കാമല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുമ്പോഴാണ് ജനങ്ങളുടെ പ്രശ്നവും അതുപോലെ തന്നെ പരിസ്ഥിതിയും തമ്മിലൊരു ഒരു കൊളാഷ് ഉണ്ടായത്. അപ്പോൾ അവിടെ നമ്മളെടുത്തൊരു നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാടെന്ന് പറയുന്നത് ആ പരിസ്ഥിതി എന്ന് പറയുന്നത് ആ വനത്തിൻ്റെ പുറത്തേക്ക് ഈ പരിസ്ഥിതി പ്രശ്നം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനൊക്കെ പദ്ധതി നടപ്പാക്കിയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അത് ബുദ്ധിമുട്ടിക്കും. അതുണ്ടാവാൻ പാടില്ല. വനത്തിനുള്ളിൽ തന്നെ ആ നിയമങ്ങൾ നിർത്താൻ വേണ്ടി കഴിയണം എന്നൊരു വ്യത്യസ്ത അഭിപ്രായം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ട് തന്നെ ഞാൻ മറുപടി പറയാം. ഇന്ന് രാജ്യത്തെ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളെ അതിൽ നിന്ന് മാറി നിർത്തേണ്ടതില്ല. പക്ഷേ രാജ്യം നേരിടുന്ന മുഖ്യമായ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് കണക്കെടുത്താൽ 33 രാജ്യങ്ങളെ എടുത്താൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് 24ാമതാണ്. അതേപോലെ തന്നെ പത്രസ്വാതന്ത്ര്യം അങ്ങേക്കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. 180 രാജ്യങ്ങളെ എടുത്താൽ നമ്മൾ 157ാമത് സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവം ഈ അടുത്തിടെ നോർവേയിൽ വെച്ചുണ്ടായത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായ സംഭവമാണ്. അപ്പം ഇങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്താലും ഇപ്പോൾ പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ 105ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പുതിയ തലമുറ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. ഒരഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക. ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യങ്ങളിലും അവിടുത്തെ പ്രധാനമന്ത്രി വിമർശിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്നത് അമേരിക്കയിലെ ട്രംപാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കാർട്ടൂണായ AI ആണെന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ വന്ന് അങ്ങനെ ഇന്ത്യയിലൊന്ന് കാണട്ടെ. ഇന്ത്യയിൽ കണ്ടാൽ രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹം അകത്താണ്, ജയിലിലാണ്. അതാണ് നമ്മുടെ രാജ്യം ഏറ്റവും ജൻസി കുട്ടിയോട് ചോദിക്കട്ടെ.